Okay, again welcome back. So we are going to the topic ഗാമോഗോണി. 3 സ്റ്റേജസ് പറഞ്ഞ് ഗാമോഗോണി, സിംഗാമി, സ്പോറോഗോണി. അതിൽ ഗാമോഗോണി എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡ്ഗട്ടിൽ ഇൻ ദ മിഡ്ഗട്ട് കാവിറ്റി ഓഫ് ഫീമെയിൽ അനോഫിലസ് ഗാമറ്റോസൈറ്റ്സ് ഗീവ്സ് റൈസ് ടു ഹാപ്ലോഗാമീറ്റ്സ്. പക്ഷേ യൂഷ്വലായിട്ട് മെറ്റോസൈറ്റ് gives rise to 4 to 8 microgametes and a macrogametocyte to a single macrogamete. മൈക്രോഗാമേറ്റ് ലോങ്ങും ഫ്ലജല്ലേറ്റും ആക്റ്റീവ്ലി മൂവിങ്ങും ആണ്, പക്ഷേ വെറാസ് മാക്രോഗാമേറ്റ് ഇസ് നോൺ ഫ്ലജല്ലേറ്റ് ആൻഡ് സ്റ്റേഷനറി. അപ്പോൾ ഫോർമേഷൻ ഓഫ് മാക്രോഗാമേറ്റ് ഇൻവോൾവ്സ് എ സിമ്പിൾ മെച്ചുറേഷൻ പ്രോസസ് വേർ ദ ഫോർമേഷൻ ഓഫ് മൈക്രോഗാമേറ്റ്സ് ഇൻവോൾവ്സ് എ കോംപ്ലക്സ് പ്രോസസ് കോൾഡ് എക്സാഫ്ലജല്ലേഷൻ. 2 മാക്രോമെറ്റോസൈറ്റ് അണ്ടർഗോസ് meiotic division forming a macrogamete and 3 polocytes during exoflagellation time a macrogametocyte first undergoes a meiotic division and then a mitotic division forming 8 haploid nucleus. Then they get symmetrically arranged around the older nuclear membrane. Simultaneously the centriole replicates repeatedly and forms 8 daughter centrioles. അതിനുശേഷം now each centriole transforms to a kinetosome, gets associated with a nucleus and gives rise to a flagellum. ഉടൻ തന്നെ the microgametocytes divides to 8 fragments, each with a nucleus, a flagellum, several mitochondria, etc. Shortly, the fragments detach themselves as actively moving microgametes. ഓക്കെ, ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് സിംഗാമിയാണ്. സിംഗാമി എന്ന് പറയുന്നത് നമുക്കറിയാം ഫ്യൂഷൻ ആവാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഗട്ട് കാവിറ്റി, മോസ്കിറ്റോയുടെ ഗട്ട് കാവിറ്റിയിൽ മൈക്രോഗാമേറ്റ്സ് കീപ്പ് ഓൺ മൂവിങ് ആക്റ്റീവ്ലി ഫോർ സം ടൈം വെൻ എ മൈക്രോഗാമേറ്റ് കംസ് ഇൻ കോൺടാക്ട് വിത്ത് സ്റ്റേഷനറി മൈക്രോഗാമേറ്റ്. അപ്പോൾ ഈ സ്റ്റേഷനറി മാക്രോഗാമേറ്റ് ആയിട്ട് മൈക്രോഗാമേറ്റ് കോൺടാക്ട് വരുമ്പോൾ ദ ഫ്യൂസ് ടുഗദർ ആൻഡ് ഫോം എ ഡിപ്ലോയ് സൈഗോട്ട്. ദിസ് ഗാമേറ്റ് ഫ്യൂഷൻ ഇസ് കോൾഡ് സിംഗാമി ഓർ ഗാമോഗാമി. ഇറ്റ് ഇൻവോൾവ്സ് ബോത്ത് പ്ലാസ്മോഗാമി ആൻഡ് കാരിയോഗാമി. Fusing gametes of Plasmodium are dissimilar, hence they are called anisogametes and their fusion is called anisogamy. ഓക്കെ, സ്പോറോഗോണിയിൽ ഇനി അടുത്ത് വരുന്ന സ്പോറോഗോണിയിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇത് സെക്ഷൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സൈഗോട്ടാണ്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ ഗട്ട് വാൾ ഓഫ് ദ മോസ്കിറ്റോ. ഡ്യൂറിങ് ദിസ് ദ റൗണ്ടഡ് ആൻഡ് ഇൻമൊബൈൽ സൈഗോട്ട് ട്രാൻസ്ഫോംസ് ടു എൻ elongated and actively moving form called ookinete. It passes into the gut wall with the help of its proteolytic secretions, reaches the external membrane of the gut wall, becomes rounded and get encysted. Now it's called oocyst. പെട്ടെന്ന് തന്നെ it grows and matures to a dividing form called sporent. Okay. The sporent undergoes repeated mitotic division, forming enormous numbers of sporozoites. The whole process is called sporogony. അപ്പോൾ സ്പോറോസോയിഡ്സ് പെട്ടെന്ന് തന്നെ മെച്യൂർ ചെയ്തിട്ട് ആക്റ്റീവ്ലി മൂവിങ് സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ the oocyst membrane ruptures, releasing the sporocytes into the hemosol of the mosquito. Then the sporocytes find their way to the hemolymph and reach the different tissues and organs of the mosquito. Okay, the transmitters of Plasmodium include nearly 80 types mosquito of the genus Anopheles. Some examples are given below. In Africa, Africa, Gambia, Funest, etc. In Gisles, Anopheles stephensi, Anopheles maculatus, etc. ഒക്കെയാണ് വരുന്നത്. പിന്നെ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ നോക്കാമെന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മലേറിയയുടെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ ബാഡ് എയർ എന്നാണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്മിഷൻ ഓഫ് മലേറിയൽ പാരസൈറ്റ് ഒക്കേഴ്സ് അണ്ടർ അപ്രോപ്രിയേറ്റ് ക്ലൈമാറ്റിക് കണ്ടീഷനിലാണ് ഇത് എക്വയർ ചെയ്യുന്നത്. ഇൻ കൺട്രീസ് വിത്ത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് മലേറിയ മേ ബി ട്രാൻസ്മിറ്റഡ് ഓൾ ദ ഇയർ round, but in subtropical and temperate zones its transmission is limited to summer and autumn. Based on epidemiological pattern, 2 types of malaria are recognized: stable അതേപോലെ തന്നെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള മലേറിയ. സ്റ്റേബിൾ മലേറിയ യങ് ചിൽഡ്രനെയാണ് എഫക്റ്റ് ചെയ്യുക. യൂഷ്വലി ഇറ്റ് ഇസ് ട്രാൻസ്മിറ്റഡ് വിത്ത് ഫെയർലി യൂണിഫോം ഇൻറ്റൻസിറ്റി ത്രൂ ഔട്ട് ദി ഇയർ ഇൻ എ കമ്മ്യൂണിറ്റി വിത്ത് പൊട്ടൻറ്റ് റെസിസ്റ്റൻസ്. ഓൺ ദ അതർ ഹാൻഡ്, അൺസ്റ്റേബിൾ മലേറിയ അഫക്ട്സ് പീപ്പിൾ ഓഫ് ഓൾ ഏജ് ഗ്രൂപ്പ്സ്. ഇറ്റ് ഇസ് ട്രാൻസ്മിറ്റഡ് ഓൺലി സീസണലി വിത്ത് വാരിയിങ് ഇൻറ്റൻസിറ്റി ഇൻ എ കമ്മ്യൂണിറ്റി വിച്ച് ലാക്സ് പ്രോപ്പർ ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഇമ്മ്യൂണേഷൻ ഇസ് മെയിനാണ് ഇതിൻ്റെ കാര്യത്തിൽ. ഇറ്റ്സ് എറാഡിക്കേഷൻ ഇസ് റാദർ ഈസി. ഓക്കെ, then
The primary attack of malaria signaled by several initial manifestations often called prodromal symptoms. ഇതിൻ്റെ സിംറ്റംസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നോസിയ, അനോറെക്സിയ, കോൺസ്റ്റിപ്പേഷൻ, ഇൻസോമിയ, തിക്ലി കോട്ടഡ് ടങ്, ഹെഡ് ഏക്ക് ഉണ്ടാവും, അതേപോലെ തന്നെ ജനറൽ മയേലീഗിയ, ആർത്തലേഗിയ, ഫീലിംഗ് ഓഫ് ചിൽനെസ് എക്സെട്ര ഒക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് പറയുന്നത്. ഇതിൻ്റെ സിംറ്റംസ് ഫോളോഡ് ബൈ സീരീസ് ഓഫ് റിപ്പീറ്റിംഗ് അറ്റാക്സ് കോൾഡ് പാരോക്സിൻസ് ലാസ്റ്റിംഗ് ഫോർ 6 to 12 hours. Gradually the attack subsides as the body develops immunity against it. Malarial protozoism consists of 3 successive stages. 3 successive stages ഉണ്ട്, namely rigor stage. ഇത് പറയുന്നത് ചില്ലിങ്ങും കോൾഡ് സ്റ്റേജ് ആണ്. പിന്നെ വരുന്നത് ഫെബ്രൈൽ സ്റ്റേജ്, അതിൽ ഫീവർ സ്റ്റേജ് ഓർ ഹോട്ട് സ്റ്റേജ് ആണ്. ആൻഡ് ഡെഫർവെസൻറ്റ് സ്റ്റേജ്, സ്വെറ്റിംഗ് സ്റ്റേജ് ആണ്. ആദ്യം പറഞ്ഞ സ്റ്റേജ് 1 to 2 അവറിൽ ലാസ്റ്റ് ചെയ്യും. ഫെബ്രൈൽ സ്റ്റേജ് 4 to 5 hours ആൻഡ് ഡെഫർവെസൻറ്റ് സ്റ്റേജ് ഫോർ 1 to 2 hours. അപ്പോൾ റിഗർ സ്റ്റേജ് ക്യാരക്ടറൈസ്ഡ് ബൈ ചില്ലും അക്യൂട്ട് ഷ്യൂറിങ്ങാണ്, നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ മറ്റേതൊക്കെ പറഞ്ഞല്ലോ. ഇതിൻ്റെ പാത്തോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുകയാണെങ്കിൽ, അതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, എൻലാർജ്മെൻറ്റ് ആൻഡ് ടെൻഡർനെസ് ഓഫ് സ്പ്ലീൻ ആൻഡ് ലിവർ, hyperplasia of lymphoid and reticuloendothelial tissues and increased hemolytic and phagocytic functions. പിന്നെ hyper bilirubinemia due to increased levels of blood bilirubin, functional disorders of cardiovascular system such as subnormal BP, bradycardia, slight enlargement of heart etc. പിന്നെ inflammatory changes in lungs. Then transient febrile albuminuria due to malfunction of kidneys. പിന്നെ ഇതിൻ്റെ കൺട്രോൾ, മലേറിയയുടെ കൺട്രോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഓവർ ദ പാസ്റ്റ് സെവറൽ ഡിക്കേഡ്സ് മാൻകൈൻഡ് ഹാസ് ബീൻ വേജിങ് എ റിലൻലെസ് വാർ അഗെയിൻസ്റ്റ് മലേറിയ. ഇൻ ഇന്ത്യ വിത്ത് എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം, കൺസിഡറബിൾ അച്ചീവ്മെൻറ്റ്സ് കുഡ് ബി മെയ്ഡ് ഇൻ വീഡിങ് ഔട്ട് മലേറിയ. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇമ്മ്യൂണൈസേഷൻ കണ്ടുപിടിച്ചിട്ടില്ല, എന്നാലും ഇറാഡിക്കേഷൻ ഇതിൻ്റെ വളരെ ഈസിയുമാണ് താനും. ഡിസ്ട്രക്ഷൻ ഓഫ് മോസ്കിറ്റോസ്, പ്രോഫിലാക്സിസ്, പിന്നെ അതേപോലെ തെറാപ്പിയൊക്കെ പോസിബിളാണ്. പിന്നെ മോസ്കിറ്റോയുടെ ഡിസ്ട്രക്ഷൻ, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എക്സ്റ്റർമിനേഷൻ ഓഫ് മോസ്കിറ്റോ ഇസ് മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് മലേറിയ കൺട്രോൾ. മലേറിയ കൺട്രോൾ ചെയ്യാനുള്ള എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണിത്. അഡൾട്ട് മോസ്കിറ്റോസ് ക്യാൻ ബി ഡിസ്ട്രോയിഡ് ബൈ ഡയറക്റ്റ് കില്ലിംഗ്, ഫ്യൂമിഗേഷൻ, സ്പ്രേയിങ് ഓഫ് ഇൻസെക്ടിസൈഡ്സ് എക്സെട്ര. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മോസ്കിറ്റോസ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ റിക്ലമേഷൻ ഓഫ് ഡ്രെയിനിങ് ഓഫ് ദെയർ വാട്ടർ ലോക്ക്ഡ് ബ്രീഡിംഗ് പ്ലേസസ് സച്ച് ആസ് marshes, swamps, stagnant waters etc. അതുപോലെ തന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ലാർവേ ആൻഡ് പ്യൂപ്പ ഓഫ് മോസ്കിറ്റോസ് ക്യാൻ ബി എഫക്റ്റഡ് ബൈ ഫ്രീക്വൻറ്റ് ക്ലീനിങ് ഓഫ് ഡ്രെയിനേജ് കനാൽസ്, സ്ട്രീംസ്, ഡിച്ചസ് എക്സെട്ര. പിന്നെ സ്പ്രേയിങ് ഓഫ് ക്രൂഡ് ഓയിൽ, റിലീസ് ഓഫ് ലാർവിവറസ് ഫിഷസ് സച്ച് എസ് ആപ്ലോച്ചുലസ്, മാക്രോപോളസ്, ഗാംബുസീലിയ എക്സെട്ര. ഇനി അടുത്ത രണ്ടാമത് വരുന്നത് പ്രിവെൻഷൻ ഓഫ് ഇൻവെൻഷൻ. മലേറിയൽ ഇൻഫെക്ഷൻ ക്യാൻ ബി പ്രിവെൻറ്റഡ് ത്രൂ പ്രൊട്ടക്ഷൻ ഫ്രം മോസ്കിറ്റോ ബൈറ്റ് ബൈ യൂസിങ് മോസ്കിറ്റോ നെറ്റ്സ്, മോസ്കിറ്റോ റെപ്പല്ലൻസ്, ആൻറ്റി മോസ്കിറ്റോ ക്രീംസ് ആൻഡ് ഓയിൽസ് എക്സെട്ര. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദ ഫസ്റ്റ് ഡ്രഗ് അഡ്മിനിസ്റ്റേർഡ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ മലേറിയ വാസ് ക്വിനിൻ, an alkaloid extracted from cinchona bark. Cinchona is a tree native to Peru. It is now mostly out of use as an anti-malarial drug, though it is still used to treat cerebral malaria. A large number of synthetic anti-malarial drugs are now in use. They include chloroquine, mefloquine, sulfadoxine, pyrimethamine combination, artemisinin, Primaquine etc. Of these, the last of one is effective against the hypnozoids of P. vivax and P. ovale, and also against the gametocytes of P. falciparum. So the discovery of a new anti-malarial drug is badly needed. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ വലിയ മൊഡ്യൂളായ മൊഡ്യൂൾ 4 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സന്തോഷമുണ്ട്, ബിക്കോസ് ഇറ്റ്സ് എ വെരി ബിഗ് മൊഡ്യൂൾ, ബട്ട് വളരെ ഇൻട്രസ്റ്റിങ്ങും ആണ്, ഇമ്പോർട്ടൻറ്റും ആണ്. ഒരുപാട് എക്സാം ഓറിയൻറ്റഡ് തന്നെയാണ് ഇത് എടുത്തിട്ടുള്ളത്. മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ നോക്കുക, ഉറപ്പായിട്ടും അത് ചോദിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ മെയിനായിട്ട് കാണുന്നവയാണ് ഇമ്പോർട്ടൻറ്റ് പറഞ്ഞ് ഒരുപാട് പറഞ്ഞിട്ടുള്ളത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് ജസ്റ്റ് ഒന്ന്
ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. എസ്സേസ് വരുമ്പോൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും പ്രൊട്ടിസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് നിങ്ങൾ ഒരു ഔട്ട്ലൈൻ പിക്ചർ എന്തായാലും ഫുള്ളായിട്ട് പഠിക്കുക. പക്ഷേ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിക്കുക. ദെൻ എക്സാമ്പിൾസ് എന്തായാലും പഠിക്കാൻ ശ്രമിക്കുക. സൈലൻറ്റ് ഫീച്ചേഴ്സും അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും പഠിക്കാൻ നോക്കുക. അപ്പോൾ എക്സാമിന് ഓൾ ദി ബെസ്റ്റ്. നമുക്ക് കാണാം. നെക്സ്റ്റ് മൊഡ്യൂൾ 5 ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. So guys, see you soon. Bye bye.